ഹലോ മക്കൾസ്, യെസ് അവനിമീസ് ആണ്. അപ്പം നമ്മൾ മാത്സ് എക്സാമിന് കാണാൻ പോകുന്ന, അതായത് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആവർത്തന ഗുണനം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് കാണാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് മിസ് വന്നേക്കുന്നത്. ഈ ചാപ്റ്റർ വളരെ സിമ്പിളാണ്, എന്നാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും കുറച്ചങ്ങ് നിങ്ങൾക്ക് ടഫ് തോന്നാം. ഓക്കെ, ബേസിക്സ് ഒന്നും അറിയില്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ടഫ് തോന്നാം. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? ഫൈൻഡ് ദി പ്രൊഡക്റ്റ് ഓഫ് 96 into 144. 96 into 144ൻ്റെ പ്രൊഡക്റ്റ് കാണാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം 96നെ എടുക്കുക. 96നെ മിക്സ് ഇങ്ങനെ എഴുതി. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ ഫാക്ടറൈസ് ചെയ്യുക. LCM ഫാക്ടറൈസ് ചെയ്യുക. എന്താ ചെയ്യുക? അതായത് 96 എന്ന് പറയുന്ന നമ്പർ ഈവൺ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ എന്ന് ആദ്യം നോക്കുക. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്കറിയാം ഇത് 96 ആണ്. ഇപ്പോൾ വലിയ നമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഈവൺ നമ്പർ ആണോ എന്ന് നോക്കാൻ അറിയില്ലായിരിക്കും. അപ്പോൾ നിങ്ങളൊന്നും ചെയ്താൽ മതി, ഇങ്ങനെ ഏത് നമ്പർ വന്നു കഴിഞ്ഞാലും ഇതിൻ്റെ ലാസ്റ്റ് അറ്റത്തിൽ ഈ 6 കണ്ടോ, 6 ഈവൺ ആണോ ഓടാണോ നിങ്ങൾക്കറിയില്ലേ? അതായത് ഇരട്ട സംഖ്യയാണോ ഒറ്റ സംഖ്യയാണോ നിങ്ങൾക്കറിയില്ലേ? യെസ്, അതെന്താണ്? അത് ഇരട്ട സംഖ്യയാണ്. അല്ലെങ്കിൽ എന്താണ്? യെസ്, അത് ഈവൺ നമ്പർ ആണ്. അപ്പോൾ എങ്ങനെയായാലും എന്താണ്? 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം 96നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? അപ്പോൾ ഇങ്ങനെയൊന്നും നോക്കിയിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? യെസ്, ഇങ്ങനെ നിങ്ങൾ 96നെ എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പം 96നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്രയാണ്? യെസ്, 48 ആണ്. ഇനി നമുക്ക് ഈ 48നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. എങ്ങനെ നോക്കാം? ഈവൺ ആണോ ഓടാണോ? എങ്ങനെ നോക്കാം? ലാസ്റ്റ് 8 ആണ്. 8 ഒരു ഈവൺ നമ്പർ ആണ്, അല്ലെങ്കിൽ ഇരട്ട സംഖ്യയാണ്. യെസ്, അതിനും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് 48ൻ്റെ പകുതി എന്നാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിൽ അർത്ഥം അല്ലേ? അപ്പോൾ 48ൻ്റെ പകുതി 2 എത്രയാ? 24 ആണ്. ഇനി 24നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? എന്ത് നോക്കണം? ഈവൺ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ? ഇരട്ട സംഖ്യ ആണോ ഒറ്റ സംഖ്യ ആണോ? യെസ്, എന്താണ്? ഇരട്ട സംഖ്യ തന്നെയാണ്. ലാസ്റ്റ് 4 ആണ്. 4 ഇരട്ട സംഖ്യ ആണ്, അല്ലെങ്കിൽ എന്താ? ഈവൺ നമ്പർ ആണ്. അപ്പോൾ 24നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടുക? യെസ്, 12 ആണ് കിട്ടുക. 12 ഒരു ഈവൺ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ? അതും ഈവൺ നമ്പർ ആണ്, അല്ലെങ്കിൽ ഇരട്ട സംഖ്യ ആണ്. അതും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? എങ്ങനെയാ? 6 2s are 12 ആണ്. ഇനി 6 ഒരു ഈവൺ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ? ഇങ്ങനെ നോക്കാൻ പറ്റുക. യെസ്, എന്താ? 6 ഈവൺ നമ്പർ തന്നെയാണ്, അല്ലെങ്കിൽ ഇരട്ട സംഖ്യയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ്. എങ്ങനെയാ? 3 into 2 6 ആണ്. ഇനി നിങ്ങൾ നോക്ക്, 3 ഒരു ഈവൺ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ? 3 ഓഡ് നമ്പർ ആണ് അല്ലേ? 3 ഒറ്റ സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ ഈ 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നേരെ അടുത്ത സംഖ്യ ഏതാ? 3. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? യെസ്, പറ്റും. അപ്പോൾ 3 എന്ന് എഴുതുക. അപ്പോൾ ഇതാ എത്രയാ? 1 അല്ലേ? 1 3 3. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. അപ്പം 96 എന്ന് പറയുന്നത് 96ന് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 96 = 2 അല്ലേ? എത്ര 2 ഉണ്ട്? 1 2 3 4 5. 2 raised to 5 into എത്രയാണ് ബാക്കിയുള്ളത്? ഒരു 3 അല്ലേ? 3 ഇങ്ങനെ എഴുതിക്കൂടെ 96നാ? ഓക്കെ, അങ്ങനെ എഴുതാം. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതുപോലെ 144നെ മാറ്റണം. ഓക്കെ, 144നെ മാറ്റാം. നോക്കിക്കോ, 144ന് നമ്മൾ എന്ത് ചെയ്യാണ്? മാറ്റുകയാണേ. ഓക്കെ, മിസ് ഇവിടെ ആദ്യം ഒരു ലൈൻ കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ എടുക്കില്ല. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് 144നെ മാറ്റുക എന്നുള്ളതാണ്. 144നെ ഇതും മിസ് എന്താണ്? മിസ്സിന് മനസ്സിലായി ഇത് ഈവൺ നമ്പർ ആണ്, അല്ലെങ്കിൽ ഇരട്ട സംഖ്യയാണ്. മിസ്സിന് എങ്ങനെ മനസ്സിലായി? ലാസ്റ്റിലെ നമ്പർ 4 ആണ്. 4 ഈവൺ ആണോ ഇരട്ടയാണോ? യെസ്, അതെന്താണ്? അത് ഇരട്ട സംഖ്യയാണ്. അപ്പോൾ നമുക്ക് 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം നിങ്ങൾ നോക്കേണ്ടത് 144നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 144 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 72 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നോക്കണം 72നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ നോക്കാം? ലാസ്റ്റ് നമ്പർ 2 ആണ്. 2 ഒരു ഈവൺ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ? 2 ഒരു ഇരട്ട സംഖ്യയാണോ ഒറ്റ സംഖ്യയാണോ? 2 ഒരു ഇരട്ട സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് 36 എന്ന് കിട്ടും. അപ്പോൾ 36 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ നോക്കാം? ലാസ്റ്റ് നമ്പർ ഈവൺ ആണോ ഓടാണോ? ഇരട്ട സംഖ്യയാണോ ഒറ്റ സംഖ്യയാണോ? 6 ഇരട്ട സംഖ്യ ആണോടാ ഒറ്റ സംഖ്യയാണോ? യെസ്, എന്താണ്? 6 ഒരു ഇരട്ട സംഖ്യയാണ്. അതുകൊണ്ട് ഇതിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 18 ഇതിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9 ഇരട്ട സംഖ്യയാണോ ഒറ്റ സംഖ്യയാണോ? 9 ഒറ്റ സംഖ്യ. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നേരെ അടുത്ത നമ്പർ 3. അപ്പോൾ നമുക്ക് 9ൽ എത്ര 3 ഉണ്ട്? 9ൽ എത്ര 3 ഉണ്ട്? 3 3 ആണ് 9 അല്ലേ? 3 അല്ലേ? അപ്പോൾ 3 3 3 3 ആണ് 9. ഈ 3നെ പിന്നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി ചെയ്തൂടെ? അതായത് 144 = 2. എത്ര 2? 1 2 3 4 അല്ലേ? ഇൻറ്റു ഇനി എത്ര 3 ഉണ്ട്? 1 2
അല്ലേ? ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടിയത്. അപ്പം നിങ്ങൾ നോക്കിക്കേ, ഇനി നമ്മൾ എടുക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഇതിനെ നമ്മൾ എടുക്കുക, അതുപോലെ തന്നെ നമ്മൾ ഇതിനെയും എടുക്കുക. ഓക്കെ, ഇതിനെ നമ്മൾ എടുക്കുന്നു, അതുപോലെ ഇതിനെയും എടുക്കുന്നു. മിസ് വേറൊരു പേജിൽ തരാം. അതായത് എവിടെ പോയി? യെസ്, അതായത് 96 എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 96 2⁵ into 3 അല്ലേ? 2⁵ into 3 എന്ന് നമുക്ക് കിട്ടി. 144 എത്രയായിരുന്നു? 2⁴ into 3⁵2 അതിനല്ലേ കിട്ടിയതാ? 2⁴ into എന്താ 2⁴ into 3⁵ എത്രയാ? 3⁵2. ഇനി നമ്മൾ ഇതിനെ ഇങ്ങ് എടുക്കുകയാണ്. ആദ്യം നമ്മൾ ഇതിനെ ഇങ്ങ് എടുത്തു. നോക്കിക്കോ, 2⁵ into 3 എഴുതിയേ, ഇൻറ്റു. ഇനി ഇതിനെടുക്കുക, 2⁴ into 3⁵2. ഓക്കെ, ഇനി നിങ്ങൾ ഈ ആളൊന്ന് നോക്കിയടാ. അതായത് ഈ ഒരു 3നെ നോക്കി, ഈ ഒരു 3ന്റെ മേലെ ഒരു പവറും ഇല്ല. അങ്ങനെ ഒരു പവറും ഇല്ലെങ്കിൽ അതിന് നമുക്ക് എന്തിട്ട് കൊടുക്കണം? മേലെ 1 എന്ന് ഇട്ട് കൊടുക്കണം. മനസ്സിലായോ? ഇനി അടുത്ത സ്റ്റെപ്പാണ്, ഇതും 2⁵ ആണ്, ഇതും 2⁴ ആണ്. അപ്പോൾ അതിനെ നമുക്ക് ഒരു ഭാഗത്തേക്ക് എടുക്കാം. 2⁵ into 2⁴. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതും 3⁵1 ആണ്, ഇതും 3⁵2 ആണ്. അപ്പോൾ എന്ത് ചെയ്താം? 3⁵1 അല്ലേ ഇൻറ്റു എത്രയാ? 3⁵2. ഓക്കെ, ഒരേപോലെ ആയില്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഇത് രണ്ടും തമ്മിലും ഇൻറ്റു ചെയ്യാം. ഇത് രണ്ടും നമ്മൾ ഇൻറ്റു ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, അതായത് ഇത് രണ്ടും തമ്മിലും ഇൻറ്റു ചെയ്യാം. ഓക്കെ, ഇത് രണ്ടും തമ്മിലും ഇൻറ്റു ചെയ്യാം. അപ്പം നമുക്ക് ചെയ്യാലോ? ഓക്കെ, അപ്പം നോക്കിക്കോ, 2⁵ into 2⁴ എന്താ? രണ്ടും 2 തന്നെയാണ്. അപ്പോൾ 2 ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? 5 അല്ലേ? 5 + 4 എത്രയാ? 9 ഇൻറ്റു. ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം 3⁵1 into 3⁵3 ആണ്. അപ്പോൾ രണ്ടും 3 തന്നെയാണ്. 3 എന്ന് ഇട്ട് കൊടുക്കുക. 1 into 2 അല്ലേ? 1 + 2 എത്രയാണ്? 3 ആണ്. അപ്പം നമ്മളെ ആൻസർ 2⁵9 into 3⁵3 എന്നുള്ളതാണ്. മനസ്സിലായോ? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, 96നെ ഫാക്ടറൈസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റെപ്പ് ഇതാണ്, 144നെ ഫാക്ടറൈസ് ചെയ്യുക. 96നെ ഫാക്ടറൈസ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. ഇനി 144നെ ഫാക്ടറൈസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെയും എഴുതാൻ പഠിക്കണം. എന്നിട്ട് ഇതിന് രണ്ടിനും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഫൈനൽ ആൻസർ ഇതാണ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിച്ചോ? ഉറപ്പാണ് നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണ്ടേ? ഷോർട്ട് വീഡിയോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ പക്കാ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും വന്നിരിക്കും. അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളുക. ഓക്കെ, അതായത് ജോയിൻ ചെയ്യാൻ വേണ്ടി താഴത്തെ കമൻറ്റ് ബോക്സ് നിങ്ങൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ഒരു ലിങ്ക് കണ്ടോ? ക്രിസ്മസ് എക്സാമിൻ്റെ പുതിയൊരു കമ്മ്യൂണിറ്റിയാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ PYQസും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് എക്സാമിന് കയറാൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്തായിരിക്കും? ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ് 7ൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള മക്കളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും യെസ് ബൂസ്റ്റർ ബാച്ചിൻ്റെ ഒരു ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്കിൽ എന്ത് ചെയ്യുക? ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ആ ലിങ്കിൽ ഫോം ഉണ്ടാവും. ഫോമിൽ നിങ്ങൾ ഫില്ല് ചെയ്തിടുക. അതായത് ഫസ്റ്റ് ഫില്ല് ചെയ്യുന്ന 2000 കുട്ടികൾക്ക് 2000 സ്റ്റുഡൻസിന് മാത്രമേ ഈ ഒരു ഓഫറിൽ, അതായത് 1249 രൂപ എന്നുള്ള ഓഫറിൽ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? അതെ, ഈ ഒരു ബാച്ച് കിട്ടുള്ളൂ. അപ്പോൾ മറക്കണ്ട, വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ മിസ്സിനോട് സെറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇമോജി തരിക കേട്ടോ. ഓക്കെ, അപ്പോൾ ബൈ. പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. ഓക്കേടാ, ബൈ.